അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹിൽ മുൻഇനിൽ മുതഫദ്ദിൽ. സുഹൃത്തുക്കളെ, ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം. അല്ലാഹു തന്റെ ഖുർആനിലൂടെ ആദ്യമായി പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയേ, താങ്കൾ വായിക്കുക, താങ്കളെ പഠിച്ച റബ്ബിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന ഖുർആൻ വചനം പോലും നമ്മോട് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാണ്. സമാധാന നോമൽ ജൈദ്രിയും ഹാഫിസുമായ മലാല യൂസഫ്സായി ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകനും, ഒരു പേനക്ക്, ഒരു പുസ്തകത്തിനും തന്നെ ഈ ലോകം തന്നെ മാറ്റിമറിക്കാനും. സുഹൃത്തുക്കളെ, വിദ്യയിലൂടെ നാം കരസ്ഥമാക്കുന്നതിന്റെ പകുതിയിൽ ഒരു അംശം പോലും വിദ്യയിലൂടെ അല്ലാതെ നമുക്ക് നേടിയെടുക്കാനാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടക്കിയ സാമ്രാജ്യങ്ങൾ ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടോ? അതേസമയം അറിവും നിറവും കൊണ്ട് ലോകത്ത് പ്രചരിപ്പിച്ച ആശയങ്ങൾ കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു. കാരണം എന്താ? വാളുകൊണ്ട് മുറുകിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചാരം നേടുന്നത്. എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ടും പ്രകാശിക്കുന്ന സർഗവസന്തങ്ങൾ ലോകത്തിന്റെ മാനാദിക്കുകളിലും പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്. അജ്ഞതയും മന്ദതയും മനുഷ്യ നന്മകളെക്കാൾ ഞൊതിഞ്ഞുകൂടുമ്പോൾ തടയിടാൻ നമുക്ക് മുമ്പിൽ വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. കുമ്മിഞ്ഞു കൂടിയ സമ്പാദ്യങ്ങൾക്കും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാവുന്നതിന്റെ അപ്പുറം വിദ്യയിലൂടെ നമുക്ക് നേടിയെടുക്കാനും. സുഹൃത്തുക്കളെ, ആധുനിക വിദ്യാഭ്യാസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എത്ര സ്കൂളുകൾ, കോളേജുകൾ, മറ്റു പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അവർക്കൊന്നും ഇവിടെ പന്നമില്ല. എന്നാൽ നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാനാവുന്നുണ്ടോ? ഇല്ല എന്ന് നാം പറയും. വാല്യുബിൾ എഡ്യൂക്കേഷൻ എന്ന മൂല്യവർദ്ധിത വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാനാവുന്നുണ്ടോ? ഇല്ല എന്ന് നാം പറയും. വിദ്യാഭ്യാസം കച്ചവടക്കപ്പെടുന്ന ഔസുരക്കാലമാണിത്. വിദ്യാധനം സർവ്വതിനാൽ പ്രധാനം എന്ന വിഷയത്തെ വളച്ചൊടിക്കുന്ന വിഡ്ഢികളുടെ കാലമാണിത്. സുഹൃത്തുക്കളെ, എത്ര സ്കൂളും കോളേജുകളുമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. എന്നാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം മൂല്യച്യൂതി അനുഭവം ലഭിക്കുകയാണ്. നിയമം പഠിച്ചാൽ തന്നെ നിയമം ലംഘിക്കുന്നു, പൗരത്വ ധർമ്മം പഠിച്ചാൽ തന്നെ പൗരത്വ ധർമ്മത്തിനെതിരായി ജീവിക്കുന്നു. ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടുന്നതാണ് പുതുതലമുറയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ആധുനിക മനുഷ്യന് വിദ്യാഭ്യാസം കൊണ്ട് പറവയെ പോലെ ആകാശത്തിലൂടെ പറക്കുവാനും മീനിനെ പോലെ കടലിനടിയിലൂടെ നീന്തുവാനും സാധിക്കും. എന്നാൽ മനുഷ്യനെ പോലെ രണ്ടു കാൽ കൊണ്ട് കരയിലൂടെ നടക്കാനാവില്ല എന്ന സ്വാമി വിവേകാനന്ദത്തിന്റെ അർത്ഥവാക്കുകൾ കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസംഗം നിർത്തുന്നു. വാഹുദാവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.